കേരള കർണാടക അതിർത്തി പ്രദേശമായ തേലമ്പാടി പഞ്ചായത്തിൽ നിന്നും സുള്ളിയിലേക്കും മണ്ടക്കോലിലേക്കും പോകുമ്പോൾ നമ്മൾക്ക് ഇടവഴിയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒഡിനടുക്ക. ഈ ഒഡിനടുക്കയിൽ ഒറ്റ ഒരു തട്ടുകട മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ നാരായണേട്ടന്റെ തട്ടുകട. ഇവിടെയാണ്, ഈ പ്രദേശത്താണ് പുലിയും ആനയും മറ്റ് കാട്ടുപന്നികളടക്കം വന്യമൃഗങ്ങൾ യഥേഷ്ടം ഇറങ്ങുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് ഈ നാരായണേട്ടനോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ ഈ ഒറ്റപ്പെട്ട പ്രദേശമാണ് ഈ തട്ടുകട, എത്ര വർഷമായി ഈ തട്ടുകടയിൽ നിൽക്കുന്നത്? അതുപോലെ തുടങ്ങിയിട്ട് അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പുലി കിണറ്റിലൂടെ, ആന തിരിഞ്ഞു, അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിട്ടില്ല. ശരിക്കും ഒരു വന്യജീവി കേന്ദ്രത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അനുഭവം പറഞ്ഞാല് ഏകദേശം ഞാൻ 10 വർഷമായി കട തുടങ്ങി. അത് പിന്നെ ഇപ്പൊ ഈ വർഷം തന്നെ ഒരു ആനയുടെ ചേർന്നിട്ട് പോയി. അതേപോലെ ഒരു പുലി കിണറ്റിൽ കൊണ്ട് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഫോറസ്റ്റുകാർ വിളിച്ചാൽ അപ്പോൾ തന്നെ വരും. കേരള ഫോറസ്റ്റുകാർ ആയിട്ട് കർണാടക ഫോറസ്റ്റുകാരായിട്ട് നമ്മൾ എന്തുണ്ടെങ്കിലും അറിയിക്കും അവർ. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. അതുപോലെ നിങ്ങൾ ഈ ആനയെ നേരിട്ട് കണ്ടിട്ടില്ല, അതേപോലെ കാട്ടു പന്നി മറ്റു ശല്യങ്ങൾ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും? ഇത് കാട്ടാനല്ല ഇതിൽ തന്നെ കൂടുതൽ കാണുന്നുണ്ട് നമുക്ക്. ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ്, ഒരു മാസമൊക്കെ മുമ്പ് പറയാം, ഇവിടെ സ്റ്റേറ്റ് ബസ് ഒന്ന് പോകുന്നുണ്ട് 5 മണിക്ക്. അപ്പോഴാണ് ഇത് ഈ ഭാഗത്തുനിന്ന് താഴോട്ട് പോയത്. അതെല്ലാം എല്ലാവരും ഇവിടെ ഞാൻ മാത്രമേ കുറേ ആൾക്കാരുടെ കാണുന്നുണ്ട്. അതുപോലെ എൻ്റെ വീട് ഫോറസ്റ്റിന്റെ സൈഡിലാണ്. അതിന് കൂടുതൽ ആനകൾ പിന്നെ ബാക്കി മൃഗങ്ങൾ വരുന്നത്, കുരങ്ങി ശല്യം ഇതൊക്കെ ഇഷ്ടം പോലെയാണ് ഉണ്ട്. ഒഡിനടുക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഭാഗവും വനങ്ങളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന മനോഹരമായ പ്രദേശമാണ്. വൈകിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 4 മണിക്കൊക്കെ വന്ന് ഇവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് നാരായണേട്ടന്റെ ഒരു ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ്. നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് അരമണിക്കൂർ ഇരുന്ന് പോകണം. അതിനിടയിൽ ആനയോ പുലിയോ ചിലപ്പം പന്നിയൊക്കെ കാണേണ്ടി നിർത്താം. എങ്കിലും നല്ലൊരു പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ കൂടുതലൊന്നും ബഹളങ്ങളില്ലാത്ത നല്ലൊരു അന്തരീക്ഷമാണ് ഒഡിനടുക്കം. തീർച്ചയായും സമയം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഈ സ്ഥലത്തേക്ക് വരണം, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പോകണം. ഇവിടുത്തെ എന്താണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആവശ്യം? നമുക്ക് ഇത് ഇപ്പൊ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യമാണ്. കാരണം പറഞ്ഞെങ്കിൽ ഇവിടെ രാത്രി നിൽക്കാനും പറ്റുന്നില്ല. പിന്നെ ഈ റോഡ് അങ്ങനെ ഭയങ്കര ടർന്ന് റോഡ്. അപ്പോൾ വണ്ടികൾ വരുമ്പോൾ എല്ലാവർക്കും അത് ഒരു സെൻട്രൽ സ്ഥലമായതുകൊണ്ട് ഇത് സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം ഇതാക്കി, അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഇത് താത്കാലികമായിട്ട് കിട്ടിയത്. ഇത് കേരള ഗവൺമെൻറ്റാണ് തരേണ്ടത്. ബസ് രാവിലെ പുത്തൂർന്ന് സുള്ളിയത്തേക്ക് ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ സുള്ളിയത്തുനിന്ന് അടൂർക്ക് പ്രൈവറ്റ് ബസ് ഒരു 4 പ്രാവശ്യം ഓടുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഇഷ്ടംപോലെ അങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ അധികം ആൾക്കാർ കർണാടകത്തേക്ക് പോകുന്നു കൂടുതൽ വിദ്യാഭ്യാസം. ആരും ഇതുവരെ ചെയ്യാത്ത ഈ ഒഡിനടുക്കയിലെ ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.